മിഡിൽ ഈസ്റ്റിൽ ശക്തമായി തുടരുന്ന സംഘർഷം പുതിയതും അതീവ ഗൗരവമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സൈനിക നടപടികൾക്ക് പിന്നാലെ പ്രദേശത്ത് രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ തന്നെ ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതായത് ഇറാന്റെ പരമോന്നത നേതാവായുള്ള ഈ അയത്തുള്ള അലി ഖമീനി അടക്കം നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വിവിധ അന്താരാഷ്ട്ര വൃത്തങ്ങളിൽ പ്രചരിച്ചതോടെ ഈ യുദ്ധം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടലിനേക്കാൾ ഏറെ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കുള്ളതാണെന്ന് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതാണ് അമേരിക്കയുടെ വലിയൊരു ആവശ്യം എന്ന് പറയുന്നത്. ഇറാനിൽ ഒരു നേതൃത്വ ശൂന്യത സൃഷ്ടിച്ച് അവിടുത്തെ ഭരണകൂടത്തെ അസ്ഥിരമാക്കുക എന്നതായിരുന്നു ഈ ഒരു നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് ആ സംഭവമാണ് അമേരിക്ക കൊണ്ടുവന്നത്. ഇനി ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ഈ അലി ഷംഖാനി, പ്രതിരോധ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക മേധാവികൾ എന്നിവരും കൊല്ലപ്പെട്ടതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിലൂടെ ഇറാന്റെ ഭരണകൂടത്തെ, ഈ മധ്യ കേന്ദ്രത്തെ തന്നെ ലക്ഷ്യമിട്ട് ഈ ഡിക്കാപ്പിറ്റേഷൻ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന തന്ത്രം ഉപയോഗിച്ചാണ് നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാന രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരേ സമയം ഇല്ലാതാക്കുകയാണെന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് വളരെ കൂടിയാലോചിച്ച് വളരെ സമയമെടുത്തിട്ട് അമേരിക്ക നടത്തിയ ഒരു തന്ത്രം കൂടിയാണ്. അതിലൂടെ തന്നെ ഭരണ സംവിധാനത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും എതിർ ശക്തികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യാം എന്നതാണ് ഈ പാശ്ചാത്യ സൈനിക തന്ത്രങ്ങളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ ഇറാനെ ദുർബലമാക്കുമെന്ന് ഉറപ്പില്ലെന്നാണ് പല വിശകലനങ്ങളും മറു സൈഡിന് പറയുന്നതും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി അമേരിക്കയുമായിട്ട് ഒരു വലിയ യുദ്ധ സാഹചര്യം ഉണ്ടാകാമെന്ന കണക്കുകൂട്ടലോടെ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. കാരണം ഇറാനിന് അറിയാമായിരുന്നു അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് വരും എന്നുള്ളത്. ഇനി ഇറാന്റെ ഈ യുദ്ധതന്ത്രം പലപ്പോഴും ഈ വികേന്ദ്രീകൃത രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന് പ്രധാന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇറാന്റെ ശക്തമായിട്ടുള്ള സൈനിക വിഭാഗമായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ആണ്, അതായത് IRGC. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന സ്വയംഭരണ സൈനിക യൂണിറ്റുകളാണ് ഈ ഒരു സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിൽ മാറ്റം വന്നാലും ഈ ഒരു യൂണിറ്റുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ യുദ്ധം നടക്കുമ്പോഴും ഇറാൻ ഒറ്റയ്ക്കാണ്. ഇറാന് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള എല്ലാ കരുത്തുകളും ഇറാൻ സൈന്യത്തിനുണ്ട്. അവരുടെ തലവന്മാർ ഇറാൻ സൈന്യത്തിന് കൊടുത്തു, ഇറാൻ ജനതയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് ആരൊക്കെ വന്നാലും വന്നില്ലേലും അവർ ഒറ്റയ്ക്ക് പോരാടും എന്ന നിലപാട് എടുത്തിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് ആരില്ലെങ്കിൽ തന്നെയും അവരൊരിക്കലും തളർന്നു പോകുന്ന സാഹചര്യം ഭാഗത്തുണ്ടാകില്ല. അതുപോലെ കരുത്തുറ്റവരായിരിക്കും എന്നുള്ള ഉറപ്പ് അവർക്ക് ഉള്ളിലുണ്ട്. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ അയത്തുള്ള അലി ഖമേനി ആ ജനങ്ങളുടെ ഇടയിൽ തന്നെ താമസിച്ചു, അവിടെ തന്നെ രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇനി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഈ ഒരു സാഹചര്യത്തെ വിശദീകരിക്കുമ്പോൾ ഉപയോഗിച്ച ഉപമ ഏറെ ശ്രദ്ധേയമാണ്. അതായത് പുരാതന ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്ന ഹൈഡ്ര എന്ന പാമ്പിനെ പോലെ തന്നെയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനം എന്നും അദ്ദേഹം പറഞ്ഞു. ഹൈഡ്രയുടെ ഒരു തല വെട്ടിക്കളഞ്ഞാൽ 2 എണ്ണം കൂടി വളരുമെന്നതാണ് ആ ഒരു പുരാണത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയാലും ഇറാന്റെ ഭരണകൂടവും സൈനിക സംവിധാനവും തകർന്നു പോകില്ല അതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ഉറപ്പ് നൽകലും കൂടിയാണ്. അവർ എപ്പോഴും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിൽ ഉറച്ചു വിശ്വസിക്കുകയും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഗം കൂടി, അല്ലെങ്കിൽ ഒരു വിഭാഗക്കാരാണ് ഇറാൻ എന്ന് പറയുന്നത്. എന്തായാലും ഭരണകൂടത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ വ്യക്തമായിട്ടുള്ള ഈ പിൻഗാമി സംവിധാനങ്ങളും മത നേതാക്കളടങ്ങുന്ന വലിയ കൗൺസിലുകളും ഇറാനിൽ നിലവിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു.
ഈ യുദ്ധം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല എന്നാണ് പല നിരീക്ഷകരും ഇതിനെ വിലയിരുത്തുന്നത്. ഇനി ഇറാന്റെ ആശയപരമായിട്ടുള്ള സമീപനത്തിൽ ഇതൊരു മഹാനായിട്ടുള്ള അല്ലെങ്കിൽ മഹാനായ സാത്താനെതിരെയുള്ള പോരാട്ടം എന്ന മതപരമായിട്ടുള്ള വ്യാഖ്യാനത്തോടെയാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അതേസമയം തന്നെ അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇതൊരു മിഡിൽ ഈസ്റ്റിൽ അവരുടെ തന്ത്രപ്രധാന ആധിപത്യം നിലനിർത്താനുള്ള ശ്രമവുമാണ്. ഹൂത്തികൾ, ഹിസ്ബുള്ള, ഹമാസ്, ഇറാഖിലെ ഷിയ മിലീഷ്യകൾ തുടങ്ങിയ കൂട്ടുകക്ഷികളുടെ ഇറാൻ വർഷങ്ങളായി പ്രോക്സി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൂടെ തന്നെ അമേരിക്കൻ സൈനിക തന്ത്രങ്ങളെക്കുറിച്ചുള്ള വലിയ പരിചയവും ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി യുദ്ധത്തിന്റെ വ്യാപ്തി ഗൾഫ് മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റിൻ എന്നുൾപ്പെടെയുള്ള ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളുടെ നിർണായക ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാകണമെന്ന ആശങ്ക ശക്തമാണ്. കാരണം അമേരിക്കയെ തീർക്കണം എന്നൊരൊറ്റ ലക്ഷ്യമാണ്. അതിനായിട്ട് തന്നെ അമേരിക്കയുടെ എയർബേസ് ഉള്ള എല്ലാ രാജ്യങ്ങളിലും ഓരോ ആക്രമണം നടത്തുന്ന രീതിയിലാണ് ഇറാന്റെ നിലപാട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു രാജ്യങ്ങൾ കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകളെ ആശ്രയിച്ചാണ് കുടിവെള്ളത്തിന്റെ വലിയൊരു ഭാഗം ലഭിക്കുന്നത്. ഇനി ചില രാജ്യങ്ങളിൽ കുടിവെള്ളത്തിന്റെ 60 മുതൽ 90% വരെ ഇത്തരം പ്ലാന്റുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അവിടുത്തെ ജീവിതവും സമ്പദ് വ്യവസ്ഥയും ഏകദേശം അതിലൊരു തീരുമാനമാവും. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാകും. ഇനി ഗൾഫ് രാജ്യങ്ങളുടെ ഭക്ഷ്യവിതരണവും വലിയ തോതിൽ സമുദ്രമാർഗങ്ങളിലാണ് ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് സൂയിസ് കനാൽ, ബാബ് എൽ മൽദീവ് കടലിടുക്ക്, ഹോർമുസ് കടലിടുക്ക് എന്നീ 3 പ്രധാന കടൽ ചോക്ക് പോയിന്റുകളിലൂടെയാണ് അവരുടെ ഇറക്കുമതികളും വലിയൊരു പങ്ക് നടത്തുന്നത്. ഈ പാതകളിൽ ഏതെങ്കിലും തടസ്സപ്പെടുകയാണെങ്കിൽ അതിന്റെ ആഘാതം ഗൾഫ് മേഖലയെ മാത്രമല്ല ആഗോള വ്യാപാരത്തെയും ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഇതിന്റെ സാമ്പത്തിക പ്രതിഫലനം അമേരിക്കയിലേക്ക് വ്യാപിപ്പിക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള ആശങ്ക അമേരിക്കയ്ക്ക് നൽകുന്നതുമുണ്ട്. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ നിക്ഷേപങ്ങളാണ് അമേരിക്കയുടെ വ്യവസായികവും അടിസ്ഥാന സൗകര്യ മേഖലകളെയും പിന്തുണയ്ക്കുന്നത്. മാത്രമല്ല കൂടാതെ എണ്ണ വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളർ ഉപയോഗിക്കുന്ന ഒരു പെട്രോൾ ഡോളർ സംവിധാനം ഡോളറിന് സ്ഥിരമായിട്ടുള്ള ആഗോള ആവശ്യകത സൃഷ്ടിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കാനും സാമ്പത്തിക ശക്തി നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്തായാലും ഇന്നത്തെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സെന്ററുകൾ, ഗവേഷണ വികസനം തുടങ്ങിയ മേഖലകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മേഖലകളിൽ ഗൾഫ് രാജ്യങ്ങളുടെ നിക്ഷേപം വൻതോതിലാണ്. അതിനാൽ മിഡിൽ ഈസ്റ്റിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടാവുകയും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിരത തകരുകയും ചെയ്താൽ അതിന്റെ ആഘാതം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയും ആഗോള വിപണികളെയും ബാധിക്കാൻ സാധ്യതയേറെയാണ്. അവിടെയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധം മാത്രമല്ല, ലോകത്തെ രാഷ്ട്രീയവും ഊർജ്ജ സുരക്ഷയും ആഗോള സമ്പദ് വ്യവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ എത്രത്തോളം വ്യാപിപ്പിക്കും, അല്ലെങ്കിൽ ഗൾഫ് മേഖല എത്രത്തോളം ബാധിക്കപ്പെടും, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതിന്റെ ഒരു ദീർഘകാല പ്രതിഫലനം എന്തായിരിക്കും എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. അത് എന്തായാലും എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ ഇറാൻ നടത്തുന്നുണ്ട്. അത് അമേരിക്കയും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയും ഒരു ആശങ്കാജനകവുമായിട്ടുള്ള കാര്യം കൂടിയാണ്.